എല്ലാവർക്കും നമസ്കാരം. സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ ഫ്ലവർ ഹൗസ് 5 എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ ഫ്ലവർ ഹൗസ് 1, 2, 3, 4, 5 എന്നീ വീഡിയോകൾ ചെയ്ത് അതിൽ ഏതെങ്കിലും ഒരു ഗാർഡന്, അതായത് നിങ്ങൾ കമൻറ്റിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഗാർഡന് 5 അഡീനിയം പ്ലാന്റ്സുകൾ ഗിഫ്റ്റായിട്ട് നൽകാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 4 വീഡിയോകൾ ചെയ്തിരുന്നു. ഇത് ഫ്ലവർ ഹൗസ് 5 എന്ന വീഡിയോയാണ്. ആദ്യം ഈ ഗാർഡനെ കുറിച്ചൊന്ന് പറയാം, എന്നിട്ട് എങ്ങനെയാണ് വിന്നറെ തിരഞ്ഞെടുക്കേണ്ടത് എന്നും ഞാൻ പറയാം. മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുംപാടം എന്ന സ്ഥലത്തെ അച്ചാർ കമ്പനിക്കടുത്തുള്ള തോമസ് സാർ, മേരി ടീച്ചർ എന്നിവരുടെ വീട്ടിലെ ഗാർഡനാണ് കാണുന്നത്. ആര് കണ്ടു കഴിഞ്ഞാലും ഒന്ന് നോക്കി നിന്ന് പോകുന്ന തരത്തിലാണ് ബോഗൻവില്ല പ്ലാന്റ്സുകളും അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറേ അധികം വർഷങ്ങളായി പ്ലാന്റ്സുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാർ ഉടൻ തന്നെ പ്ലാന്റ്സ് സെയിൽ ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അഡീനിയം പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ടുള്ളത് എന്നാണ് സാർ പറയുന്നത്. സാറിൻ്റെ വാക്കുകളിലേക്ക്. സാർ, സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ സാറിൻ്റെ പേര് പറയുമോ, ഒന്ന് പരിചയപ്പെടുത്തൂ. എൻ്റെ പേര് തോമസ്, വൈഫിൻ്റെ പേര് മേരി. ഞങ്ങൾ നിലമ്പൂർ പൂക്കോട്ടുംപാടം അച്ചാറും കമ്പനി റോഡിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ സാറ് ജോലി ചെയ്തിരുന്നോ? ഞാൻ മർച്ചൻ്റ് നേവിയിലായിരുന്നു. അവിടുന്ന് റിട്ടയർ ആയതാണ്. വൈഫ് സ്കൂൾ ടീച്ചറായിരുന്നു, റിട്ടയർ ആണ്. 8 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെയാണ്, പൂക്കോട്ടുംപാടത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സിനോട് ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ട് കുറേ ആയോ, അതോ ഇപ്പോൾ അടുത്ത് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ? പ്ലാന്റ്സ് നേരത്തെ ഉണ്ട്, പക്ഷേ ഇവിടെ വിപുലമായിട്ടൊക്കെ ചെയ്തത് ഇവിടെ വീട് വെച്ച് വന്നേ പിന്നെയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് തൈകളൊക്കെ കൊണ്ടുവന്ന് സ്വന്തം സെയിൽ ചെയ്യാനുള്ള പ്ലാനോടെ ചെയ്യുകയാണ്. അത് ശരി. അപ്പോൾ ഇവരായിട്ട് സെയിലിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ ഒരു എത്ര ദിവസം കൊണ്ട് നമുക്ക് സെയിൽ തുടങ്ങാം? ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്ക് എല്ലാം ഫുള്ള് ഫ്ലവർ ആവും. ഫ്ലവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫ്ലവർ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാം അല്ലേ മൊത്തം? ശരി. മൊത്തം എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ എടുത്തിട്ട് ബാക്കി വേണമെങ്കിൽ, അതായത് 1/4 ഭാഗമൊക്കെ നിർത്തി ബാക്കി 3/4% കൊടുക്കാം അല്ലേ? കുറച്ചൊക്കെ നിർത്തിയിട്ട് ബാക്കി കൊടുക്കാം അല്ലേ? ടീച്ചർക്കും സാറിനും ഒരേ ഇൻട്രസ്റ്റ് ആണോ പ്ലാന്റ്സിനോട്? ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത് അല്ലേ? ടീച്ചറും സഹായിക്കാറുണ്ടോ, അതോ ആർക്കാണ് കൂടുതൽ ഇഷ്ടം? ആർക്കാണ് പ്ലാന്റ്സിനോട്? രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടം, പക്ഷേ പണിയധികം ചെയ്യുന്ന ചേട്ടനാണ്. അതല്ലേ? ശരി. ടീച്ചർ സഹായിക്കും. യെസ്, സന്തോഷം. കൂടുതൽ പണിയൊക്കെ ഉള്ളപ്പോൾ റിപ്പോർട്ട് ചെയ്യാനൊക്കെ വിളിക്കാറുണ്ട് അല്ലേ? എല്ലാം ഒരുമിച്ച് കഴിയില്ലല്ലേ? കുറേ അധികം പ്ലാന്റ്സുകൾ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ പ്ലാന്റ്സും വേണമെങ്കിൽ സെയിൽ ചെയ്യാമല്ലോ. ഒരു 20 ദിവസം കൊണ്ടൊക്കെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറല്ലത്? സാർ, ഈ പ്ലാന്റ്സിനൊക്കെ ഒരു എത്ര വർഷം പഴക്കമുണ്ടാവും? ഇതൊരു 7 വർഷം പ്രായമുള്ളതാണ്. 7 വർഷം? 7 വർഷമുള്ളതുണ്ട്, 5 വർഷമുള്ളതുണ്ട്, പലതരത്തിലുള്ളതുണ്ട്. 7 വർഷം പഴക്കമായതാണ്. അതല്ലേ? അതൊക്കെ പ്രൂൺ ചെയ്തിപ്പോൾ ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ലപോലെ ഫ്ലവർ വരുമല്ലോ. ഇത് പോട്ടി മിശ്രിതം എന്ന് പറയാം. ഇതിൽ ചകിരി ചിപ്സ്, ആട്ടും കാഷ്ടം, പിന്നെ കമ്പോസ്റ്റ്, കരികര കൊണ്ടുള്ള കമ്പോസ്റ്റ്, പിന്നെ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി. ഇത്രയും. പിന്നെ ഇത് വെയിറ്റ്ലെസ് ആണല്ലോ, മണ്ണ് തീരെ ചേർത്തില്ല? യെസ്, വെയിറ്റ് കുറവല്ലേ? മണ്ണ് തീരെ ചേർത്തില്ല അല്ലേ? മണ്ണേ ഇല്ല. ഫെർട്ടിലൈസർ ഓൾ 90 319 സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട്. അത് 1 ലിറ്റർ വെള്ളത്തിൽ എത്ര ചേർക്കേണ്ടി സാറേ? 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 3 ഗ്രാം 4 ഗ്രാം ഒക്കെ. 4 ഗ്രാം മതി അല്ലേ? പിന്നെ DAP ഇടയ്ക്കിടയ്ക്ക് ചൂട്ടിലിട്ട് കൊടുക്കലുണ്ട്. കൊടുക്കാറുണ്ട് അല്ലേ? മറ്റേത് ഫോളിയാർ ആപ്ലിക്കേഷൻ 90 319 അല്ലേ? 319 ഒരു 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് മൊത്തം സ്പ്രേ ചെയ്യുക, അതോ ചോട്ടിൽ വെച്ച് കൊടുക്കാം? മൊത്തം സ്പ്രേ ചെയ്യുക, ഫോളിയർ ആപ്ലിക്കേഷൻ. യെസ്. അപ്പോൾ ഇതൊരു 20 ദിവസം കൊണ്ടൊക്കെ മൊത്തം ഫ്ലവർ വരും. അപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് വേണമെങ്കിൽ സെയിൽ ചെയ്യാം അല്ലേ? എല്ലാത്തിലൊന്നും പോകായിട്ടില്ല. 10 ദിവസം കൊണ്ടൊക്കെ ഏറെക്കുറെ ഫ്ലവർ ആവും അല്ലേ? 30 വെറൈറ്റികളും. 30 വെറൈറ്റീസാ? ഇതിപ്പോൾ ഡെയിലി നനയ്ക്കാറുണ്ടോ? ഇല്ല, ഒരു 3 ദിവസം കൂടുമ്പോഴേ നനയ്ക്കലുള്ളൂ. വാട്ടറിങ് ഒരു 3 ദിവസം കൊണ്ടാണല്ലേ? ഇതിപ്പോൾ ഓപ്പൺ സ്പേസിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ? ഓവർ പിന്നെ സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? സൺലൈറ്റ് ഇതിന് ഒരു പ്രശ്നമില്ല. ഇത് മരുഭൂമിയിലുണ്ടാകുന്ന സാധനമാണ്. ബോഗൺവില്ലയ്ക്കും സൺലൈറ്റ് എത്ര കിട്ടുന്നോ അത്രയും നല്ലതാണ്. അത്രയും നല്ലതാണല്ലേ? കുഴപ്പം സൺലൈറ്റ് കൂടുന്തോറും പെസ്റ്റുകളുടെ ആക്രമണം കൂടും. ഈ മൈറ്റ്സ് പോലുള്ളതൊക്കെ
വെയിൽ ഉള്ളിടത്താണ് കൂടുതൽ പെരുകുന്നത്. അല്ലേ? അപ്പോൾ സൈഡിൽ അത്രയും അറ്റാക്ക് ഇല്ല. ഇല്ല അല്ലേ? അപ്പോൾ ഈ ഓപ്പൺ സ്പേസിൽ വെക്കുന്ന സമയത്താണോ മൈറ്റ്സ് കൂടുന്നത്? ആ, ഈ ബോഗൻവില്ലിയ അഡീനിയം പ്ലാന്റ്സും ഈ രണ്ട് പ്ലാന്റ്സ് ആണല്ലോ ഇവിടെ കുറേ അധികം ഉള്ളത്. അപ്പോൾ അത് എന്താ അത്ര ഒരു ഇഷ്ടം തോന്നാൻ കാരണം? അതിൻ്റെ ഫ്ലവർ ഉള്ള ചെടിയായത് കാരണം. മറ്റ് ഇതിന് ഷെയ്ഡൊന്നും വേണ്ട, ഓപ്പൺ സ്പേസിൽ വെക്കാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അടുത്ത് മരങ്ങളൊന്നും വെക്കാത്തത്. രണ്ടിൻ്റെയും ഫ്ലവർ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടി. ഇതാണ് ഫ്ലവർ ഹൗസ് 5 എന്ന വീഡിയോ. ഈ വീഡിയോയ്ക്ക് താഴെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. അതായത് ഇതിന് മുൻപ് ചെയ്ത 4 വീഡിയോകൾക്കും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കും വേണ്ടി അങ്ങനെ ഈ 5 വീഡിയോകളിൽ ഏത് ഗാർഡനാണ് ഗിഫ്റ്റ് നൽകേണ്ടത് എന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ഇതിന് മുൻപ് ചെയ്ത 4 വീഡിയോകൾ കൂടെ വിലയിരുത്തിയതിന് ശേഷം വേണം കമൻറ്റ് ചെയ്യാൻ. അതായത് ഒന്നാമത്തെ വീഡിയോ ജോർജ് മാഷ്, അന്നമ്മ ടീച്ചർ എന്നിവരുടെ വീട്ടിലെ ഗാർഡൻ വീഡിയോ ആയിരുന്നു ചെയ്തത്. രണ്ടാമത്തെ വീഡിയോ ലാലി ചെറിയാൻ എന്ന മേഡത്തിൻ്റെ വീട്ടിലെ ഗാർഡൻ വീഡിയോ ആയിരുന്നു ചെയ്തത്. മൂന്നാമത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവുള്ള ലീലാമ ജോസഫ് എന്ന മേഡത്തിൻ്റെ വീട്ടിലെ ഗാർഡൻ വീഡിയോ ആയിരുന്നു ചെയ്തത്. നാലാമത്തെ വീഡിയോ ഷാജു സാറിൻ്റെ വീട്ടിലെ ഗാർഡൻ വീഡിയോ ആയിരുന്നു ചെയ്തത്. അഞ്ചാമത്തെ വീഡിയോ തോമസ് സാർ, മേരി ടീച്ചർ എന്നിവരുടെ ഈ വീട്ടിലെ ഗാർഡൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ആ വീഡിയോകളൊന്നും ഇതുവരെ കാണാത്തവർക്കായി ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ വീഡിയോ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ വ്യക്തതയുള്ള കമൻറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. അതായത് ഫ്ലവർ ഹൗസ് 1, 2, 3, 4, 5 അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ മാത്രം ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഫ്ലവർ ഹൗസ് എന്ന് ഇടേണ്ടതില്ല, നമ്പർ മാത്രം ഇട്ടാൽ മതി. ഏതെങ്കിലും ഒരു നമ്പർ മാത്രം ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഐഡിയിൽ നിന്ന് ഒരു കമൻറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ. നാളെ രാത്രി 9 മണി വരെ, അതായത് 19/1/2025 രാത്രി 9 മണി വരെ വരുന്ന കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ പേർ ഏത് ഗാർഡന് ഗിഫ്റ്റ് നൽകണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ നോക്കുന്നത്. അത് എണ്ണി നോക്കുന്നതാണ്. അങ്ങനെ കൗണ്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ പേർ പറഞ്ഞിട്ടുള്ള ആ ഗാർഡനായിരിക്കും 5 അഡീനിയം പ്ലാന്റ്സുകൾ ഗിഫ്റ്റായിട്ട് നൽകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാ ഐഡികളും ഉൾപ്പെടുത്തിക്കൊണ്ട് നറുക്കെടുക്കുന്നതാണ്. നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ഒരു വിന്നർക്ക് 2 അഡീനിയം പ്ലാന്റ്സുകളും സെക്കൻഡ് സ്ഥാനത്ത് വരുന്ന വിന്നർക്ക് 1 അഡീനിയം പ്ലാന്റും ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ്. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പിൻ്റെ ചെറിയ ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. എന്നാൽ ഏത് ഗാർഡനാണ് 5 അഡീനിയം പ്ലാന്റ്സുകൾ നൽകുന്നത് എന്ന് നാളെ രാത്രി 10 മണിക്ക്, അതായത് 19/1/2025 രാത്രി 10 മണിക്ക് ഒന്നാമത്തെ കമൻ്റായി ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ്. മൊത്തം കമൻറ്റുകളൊക്കെ എണ്ണി നോക്കിയതിന് ശേഷം എല്ലാവരും ഏത് ഗാർഡനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ഞാൻ കൗണ്ട് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ കമൻ്റായി പിൻ ചെയ്ത് വെക്കുന്നതാണ്. അവർക്ക് പ്ലാന്റ്സുകൾ അടുത്ത കൊറിയർ ദിവസം തന്നെ DTDC വഴി കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. 5 ഗാർഡനിൽ നിന്നും തിരഞ്ഞെടുത്ത് ഏതെങ്കിലും ഒരു ഗാർഡന് ഗിഫ്റ്റ് നൽകുമ്പോൾ മറ്റ് 4 ഗാർഡനും പരാജയപ്പെട്ടു എന്നല്ല മനസ്സിലാക്കേണ്ടത്. 5 ഗാർഡനും വളരെ മനോഹരമായിട്ടുള്ള ഗാർഡൻ തന്നെയായിരുന്നു. എല്ലാ ഗാർഡനിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾക്ക് പഠിക്കാനുണ്ടായി. എല്ലാ ഗാർഡൻ വീഡിയോസിൻ്റെ ചോട്ടിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഒരു ഗാർഡന് ഗിഫ്റ്റ് നൽകുമ്പോൾ 5 ഗാർഡനും ഗിഫ്റ്റ് കിട്ടിയതായിട്ട് എല്ലാവരും കരുതണം. 5 ഗാർഡൻ വീഡിയോസ് ചെയ്തതിലും ഞാൻ സന്തോഷവാനാണ്. അതുപോലെ തന്നെ നിങ്ങളും കരുതണം. 5 പേരുടെ വാക്കുകളും ഒരുപോലെ തന്നെയായിരുന്നു. ദുഃഖം മറയ്ക്കുന്നതും സന്തോഷം കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഒന്ന് തന്നെയാണ് പ്ലാന്റ്സുകളും ഫ്ലവറുകളും എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്ത് ദുഃഖമുണ്ടായാലും വിടർന്ന് നിൽക്കുന്ന ഫ്ലവറിൻ്റെ അടുത്ത് കുറച്ച് സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ ദുഃഖത്തിന് ശമനമുണ്ടായി സന്തോഷം കൊണ്ടുതരും എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും ശാന്തിയും സമാധാനവുമുള്ള ദിനങ്ങളായിരിക്കട്ടെ മുന്നിലുള്ളത് എന്ന് ആശംസിക്കുന്നു. സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് 50 വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകളാണ്. ഈ 50 വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സിൽ നിന്ന് വേണം വിന്നേഴ്സ് ആയിട്ടുള്ളവർ പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യാൻ. ഏതൊക്കെ വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.